കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് മീനൊന്നും കിട്ടാത്ത ദിവസം ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ മടി പിടിച്ചിരിക്കുന്ന ദിവസം ഉണ്ടാവും അല്ലേ. അതുപോലുള്ള ദിവസം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ചോറ് കാലിയാകുന്നത് അറിയില്ല. നമുക്ക് റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെളുത്തുള്ളി എടുക്കുക കേട്ടോ. നെല്ലിക്ക വലിപ്പത്തിൽ, പുളിനാരങ്ങ വലിപ്പത്തിൽ എന്നൊക്കെ പോലെ അതുപോലെ കുറച്ച് പുളി എടുക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള വലിപ്പത്തിൽ എടുത്താൽ മതി. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 10 ചുരുളമുളക്, ഒരു വലിയ തക്കാളി ഒക്കെ കൂടിയിട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. ഇനി മുളക് നല്ലോണം അടിഞ്ഞതിന് ശേഷമാണ് വെളുത്തുള്ളി ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് നെയ്യ് ഒഴിച്ച് അതിലോട്ടേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് ആ മിക്സി കഴുകിയിട്ടും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തേക്ക്. അപ്പോൾ നല്ലോണം കുറുക്കിയെടുക്കുക. ഇതുപോലെ മുളക് വേകുന്നവരെ ഒന്ന് കുറുക്കിയെടുക്കുക. അതിന് ശേഷം നല്ല ചൂടുള്ള ചോറിൻ്റെ മേലോട്ടേക്ക് ഒഴിച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ മക്കളെ, വേറെ ഒന്നും വേണ്ട. ഇതിന് നമ്മളിവിടെ പറയുന്ന പേര് മുളകാച്ചി തിന്നുന്ന കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിയും മുളും. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് മിസ്സസ് കണ്ണൂർ ഫോളോ ആക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.